എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ആഹാരം നല്ല ആരോഗ്യമാണല്ലേ. ഞാൻ ഉൾപ്പെടെ എല്ലാവരും നമുക്ക് വീട്ടിലും ചുറ്റിലൊക്കെ കാണുന്ന പോലെ കറികളും ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിക്കാറുണ്ടല്ലേ. കൂടുതൽ മസാല ഇട്ടും നമ്മുടെ ഓരോ ഡിഷസും നമ്മൾ സൂപ്പർ ടേസ്റ്റി ആക്കാറുണ്ട്. ടേസ്റ്റ് കൂടുന്തോറും നമ്മളുടെ ശരീരത്തിന് അത് വളരെയധികം ആപത്താണ് കേട്ടോ. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല. ഇന്ന് ഞാൻ മുളപ്പിച്ച ചെറുപയർ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പകൽ വെള്ളത്തിലിട്ട് വെച്ച ചെറുപയറാണ്. വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരു പ്ലേറ്റ് വെച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോൾ ഇതേപോലെ മുളച്ച ചെറുപയർ ഉണ്ടാകും കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. ഇവിടെ വീട്ടിലുണ്ടാക്കിയ തൈരാണ്. ഇതൊരു 3-4 ടേബിൾ സ്പൂണ് ബാറ്റർ ആക്കിയിട്ട് നമുക്കതിലേക്ക് ഒഴിക്കാം. ഇതേപോലെ നമ്മുടെ ബാറ്ററായി കിട്ടും കേട്ടോ. നല്ല രീതിയിൽ തന്നെ ബാറ്ററായി കിട്ടും. അപ്പോൾ രാവിലെയൊക്കെ ഇത് കഴിക്കാൻ വെച്ചാൽ നല്ല എനർജി ആയിരിക്കും. കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ചൂടോട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ചൂടാറി കഴിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. മുളപ്പിച്ച ചെറുപയറിൻ്റെ പച്ചക്കുത്ത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ റവ ചേർക്കാം കേട്ടോ. റോസ്റ്റഡ് ആയിട്ടുള്ള റവയാണെന്ന് വെച്ചാൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ റവയും തൈരൊക്കെ ചേർത്ത് നല്ല പോലെ മിക്സിയിൽ അടിച്ച് നന്നായിട്ട് ഇളക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറുപയർ അരച്ചതിലേക്ക് റവയും തൈരും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ ദോശ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴാണ് ദോശ കഴിക്കാനിരിക്കുന്നത് അപ്പം മാത്രം ഇത് ഉണ്ടാക്കുക. പുതിന ചട്നിയോ അതേപോലെ മല്ലിയില ചട്നിയോ ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ കൂടുതൽ ഹെൽത്തി ആയിട്ട് ഇരിക്കും കേട്ടോ. ഞാനിവിടെ തക്കാളി മല്ലിയിലയുടെ ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഈസിയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. പുതിയൊരു വീഡിയോയുമായി ഓടിയെത്താം.